താങ്കളെ ഇപ്പോ ഈ പുതിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ മുസ്ലിം ലീഗ് വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന തങ്ങൾ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന്? അപ്പൊ നമ്മള് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിലെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലുള്ള വിജയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് അതിലേറെ ഈ ഭരണം 5 കൊല്ലക്കാലം ഇവിടെ ഒരു കാര്യവും ജനങ്ങൾക്ക് ചെയ്തിട്ടില്ല. മറിച്ച് ജനങ്ങൾക്കെല്ലാം വളരെയധികം വെറുപ്പുള്ള ഒരു ദുർഭരണം മാത്രമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു എന്ത് കാര്യം ചെയ്തു എന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഈ CPM അല്ലെങ്കിൽ LDFനുള്ളത് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഒരു ചരിത്ര വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ LDF ഭരണത്തിന്റെ നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അതുണ്ടാവും തന്നെയാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. ഈ സ്ഥാനാർത്ഥികളെ ഇപ്പൊ നിർണയിച്ചതിൽ ചില സ്ഥലങ്ങളിൽ ചില അപസ്വരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ മലപ്പുറം ജില്ലത്ത് വന്നിട്ട് സ്ഥലത്ത് ചില ഇന്നലെയും പിന്നൊക്കെ കുറച്ച് അപശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് 2 സ്ഥലത്തുള്ള ആ കാര്യങ്ങൾ വളരെയധികം യോജിപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം ഇറങ്ങാൻ അവർ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇപ്പൊ 2 സീറ്റുകൾ പ്രഖ്യാപിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് വനിതകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. അതിനെപ്പറ്റി അങ്ങനെ ഒരു വാർത്ത പ്രചരണത്തിലുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ വനിതകൾക്ക് സീറ്റ് ഉണ്ടാവും മുസ്ലിം ലീഗിന്റെ? അപ്പൊ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അതിനെപ്പറ്റി. ഈ 2 സീറ്റുകൾ എപ്പോ പ്രഖ്യാപിക്കും? അപ്പൊ 1-2 ദിവസം കൊണ്ട് നമുക്കിവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സമയം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ ആ 2 സീറ്റും പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തവണ മുസ്ലിം ലീഗിന്റെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൊതുവെ പരക്കെ സ്വീകാര്യമാണ്. ഒരു ബാലൻസ്ഡ് സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. എല്ലാ ആളുകളുടെയും വിചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലിസ്റ്റാണെന്നൊക്കെ പൊതുവെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ട്. അപ്പൊ അതിൽ അങ്ങ് തൃപ്തനാണ്? അങ്ങനെ പല ആളുകളും വിദേശത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രഗത്ഭരായ നമ്മുടെ രാഷ്ട്രീയക്കാരും വളരെ മതിപ്പ് ഉളവാക്കുന്ന ഒരു ലിസ്റ്റാണ് തയ്യാറാക്കിയത് എന്നാണ് അവരെല്ലാം ഞങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. INLന്റെ സീറ്റ് കാസർകോട്ടാണ് കൊടുത്തത്. അപ്പൊ കാസർകോട്ട് ഒരു പരക്കെ അസംതൃപ്തിയുണ്ട് ആ സീറ്റ് INL കൊടുത്തതിൽ എന്നുള്ള ഒരു പ്രചരണമുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മളിപ്പോ മലയാളി അലി പാർട്ടിയിലേക്ക് വന്നു. അദ്ദേഹത്തിന് നമ്മളൊരു സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ INL ലീഗിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരെയും പരിഗണിക്കേണ്ടത് നമ്മുടെ ഒരു താല്പര്യമാണ്. അതുമല്ല, കാസർഗോഡ് തന്നെ നെല്ലിക്കുന്നിന് കൊടുക്കാനുള്ള കാരണം അവരുമായിട്ട് ആലോചിച്ച് നോക്കി PA സലാം അദ്ദേഹം പറഞ്ഞു നെല്ലിക്കുന്നിനാണ് കൊടുക്കേണ്ടത്, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് നെല്ലിക്കുന്നിന് ആ കാസർഗോഡ് കൊടുക്കാനുള്ള കാരണം. തങ്ങൾക്ക് പ്രവാസികൾക്ക് ഇത്തവണ വോട്ട് ലഭിച്ചിട്ടുണ്ട്, വോട്ടവകാശം ലഭിച്ചിട്ടുണ്ട്. അപ്പോ പ്രവാസികളോട് പ്രത്യേകിച്ച് തങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരോട് പറയാറുണ്ട് എന്താണ്? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തും അവര് ഈ ഇലക്ഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം നാട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അവിടെ തന്നെ അതിനുള്ള ആളുകളെ കൊണ്ടുപോയി കുടുംബ സദസ്സ് മറ്റ് കാര്യങ്ങളുമായിക്കൊണ്ട് KMCCയുടെ എല്ലാ പ്രവർത്തകന്മാരും ഇങ്ങനെയുള്ള പല പരിപാടികളും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അതിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ച ഈ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ
എല്ലാവരെയും വിളിക്കുകയും അതുപോലെ തന്നെ ഈ ഇലക്ഷന്റെ സന്ദർഭത്തിൽ കുറെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയും ഒരിക്കലും നമുക്ക് ലഭിച്ച അവകാശം നഷ്ടപ്പെടുത്താതെ അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് കാസർകോട്ടെ സീറ്റ് INL കൊടുത്തതെന്ന് ഗൾഫിലുള്ള പ്രവാസികളായ കാസർകോട്ടുകാരുടെ ഇടയിൽ വ്യാപകമായൊരു പ്രചരണമുണ്ട്. കാസർകോട്ടുകാരായ അല്ലാത്തവരുമായ വലിയ പ്രമാണിമാർ, വൻകിട പണക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ആ സീറ്റിൽ നൽകിയതെന്ന് അങ്ങയുടെ പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. ഈ തവണ ഒരു ബാഹ്യ സമ്മർദ്ദത്തിനും മുസ്ലിം ലീഗ് പാർട്ടി വഴങ്ങിയിട്ടില്ല എന്നത് വളരെ ഒരു നഗ്ന സത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഞ്ചേശ്വരത്തിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി മണ്ഡലം, അതുപോലെ തന്നെ വിളിക്കാതെ തന്നെ പല ആളുകളും പറയുകയുണ്ടായി. അപ്പോൾ അവര് നിർദ്ദേശിച്ച ആളുകളിൽ നിന്ന് അവർക്ക് സ്വീകാര്യമായ ആളുകളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. CUT-യെ ഞങ്ങൾ ഒഴിവാക്കി, അതുപോലെ തന്നെ മറ്റു ചെറുക്കുളത്തെയും ഒഴിവാക്കി. കാരണം അവർ കുറെ തവണ ഇന്ന ആളുകളാണ് എന്നതുകൊണ്ടാണ് അവർ ഒഴിവാക്കാനുള്ള കാരണം, മറ്റൊന്നുമല്ല. തുടർച്ചയായിട്ട് അവരിങ്ങനെ 10-30 കൊല്ലത്തിലധികമായി അവർ ഈ രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കുറെ കാലം ആയതുകൊണ്ട് ഇനി പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നുള്ളതിനെ തങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ ബാഹ്യ സമ്മർദ്ദത്തിനാണ് യാതൊരു ക്യാമ്പുമില്ല, അങ്ങനെ ഞങ്ങൾ വഴങ്ങുമില്ല. അങ്ങനെ ഒരു ശീലം മുസ്ലിം ലീഗിന് ഇല്ല, ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരോട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അപ്പൊ നമുക്ക് നിങ്ങളോട് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്, UDF ഇവിടെ എല്ലാ സീറ്റിലും വിജയിക്കുവാനുള്ള സാധ്യത ഇവിടെയുള്ള വോട്ടർമാർ ഉണ്ടാകണം. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചുമെല്ലാം വളരെ നല്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിനും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ എല്ലാ മുന്നേറ്റത്തിനും UDF അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള സന്ദർഭത്തിൽ ഇവിടെ നേടിക്കൊടുത്തു എന്നത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. മറിച്ച് ഇവിടെ ഈ LDF ഭരണം ഇവിടെ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ചില ആളുകളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരോടുള്ള മതിപ്പ് ജനങ്ങൾക്ക് ഇല്ലാതെയായി. അതേപോലെ തന്നെ വിലക്കയറ്റം, അതുപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തെ വഞ്ചിക്കുക, അതേപോലെ തന്നെ ആദിവാസികൾ, തൊഴിലാളികൾ മുഴുക്കെ ഇവിടെ വഞ്ചിച്ച ഒരു ഭരണമാണ് ഈ രാജ്യത്തുണ്ടായത്. അവർ പറഞ്ഞൊരു കാര്യം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളൊരു നല്ല കാര്യം അല്ലെങ്കിൽ വികസനം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുവാനുള്ള അവകാശം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് ഭരണമില്ലെങ്കിലും നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ മുസ്ലിം ലീഗ് ഭരണമുള്ള കാലത്തും ഇല്ലാത്ത കാലത്തും നമ്മുടെ ഈ അഹമ്മദ് സാഹിബ് ഇവിടെ വിദേശ സഹകാര്യമന്ത്രിയായിക്കൊണ്ട് ധാരാളം നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്കും നാട്ടിലുള്ള ആളുകൾക്കും പാസ്പോർട്ട് ഓഫീസ് മുതൽ പല കാര്യങ്ങളും. പിന്നെ അദ്ദേഹം നമുക്കൊരിക്കലും തന്നെ ഇവിടെ ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ കാഴ്ചയാണ് അദ്ദേഹം റെയിൽവേ സഹകാര്യമന്ത്രി ആയപ്പോൾ ചെയ്തത്. ഈ അവസാനമായിക്കൊണ്ട് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ റെയിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ആ യത്നം എല്ലാവർക്കും ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തുള്ള മുഴുക്ക ആളുകളും അതിനെ അഭിനന്ദിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ UDF-നുണ്ടായത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ മറ്റുള്ള വ്യവസായ മേഖലകൾ, അതേപോലെ വിദ്യാഭ്യാസ, പൊതുവിദ്യാഭ്യാസം, ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഭരണം ഇവിടെ മുന്നോട്ട് പോയത്. അതിനുള്ള ഒരു തിരിച്ചടിയായിക്കൊണ്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കണം വോട്ടർമാർ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും അതിനുള്ള ഒരവസരം ഒരുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.